ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ട്, അത് പൊള്ളിക്കാല്ലേ. അതിനാവശ്യമായ സവാള, കാഷ്യൂ അരച്ചത്, പെരുംജീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, തേങ്ങാപ്പാൽ, കറിവേപ്പില, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി, മല്ലിയില, ആവശ്യത്തിനായിട്ടുള്ള നാരങ്ങാനീര്, വളരെ അത്യാവശ്യമായ മീൻ ഒന്ന് ഹാഫ് വേവാക്കി എടുത്തത്. അതിനുശേഷം സവാള നമ്മൾ ചോപ്പ് ചെയ്യാൻ പോവുകയാണ്. സുജാത മിക്സിയിൽ അധികമാർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്, ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ബ്ലൂ ബട്ടൺ. അപ്പോൾ അതിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് ആ സവാള ഈ പരുവത്തിൽ ചോപ്പ് ചെയ്തെടുത്തു. അറിയാത്തവർക്ക് ഒരു ഇൻഫർമേഷൻ അത്രയേ ഉള്ളൂ കേട്ടോ, അറിയണവർക്ക് ഓക്കെ. അടുത്തായി നമുക്ക് ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ, ഓയിൽ യൂസ് ചെയ്യരുത്, ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ പരുവത്തിലെത്തുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് വെച്ചതും ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു ഹാഫ് വേവൊക്കെ ആയിക്കോട്ടെ. അതിനുശേഷം പച്ചമുളക്, കറിവേപ്പില എല്ലാം നന്നായി എല്ലാ ഭാഗത്തും മിക്സായി കിട്ടണം കേട്ടോ. ഇതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് മണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് മുളക് പൊടി, കാശ്മീരി ചില്ലി അല്ല, സാദാ മുളക് പൊടിയാണ് കേട്ടോ. ആവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതാണിപ്പോൾ നമ്മളിതിലേക്ക് തട്ടി നന്നായി മിക്സ് ചെയ്യാൻ പോകുന്നത്. ഈ മസാലകളെല്ലാം നന്നായി എല്ലാ ഭാഗത്തും പിടിക്കണ വരെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യണോ അത്രത്തോളം അതിൻ്റെ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് പെരുംജീരകം, അതായത് വലിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അതും നന്നായി മിക്സ് ആയിക്കോട്ടെ. എല്ലാത്തിൻ്റെയും പച്ചമണം അങ്ങോട്ട് പോയിക്കോട്ടെ കേട്ടോ. അതിനുശേഷം നമ്മൾ നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്തു. ഒരു നാരങ്ങയുടെ നീരാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ തക്കാളി ഇടാം, പക്ഷെ നമ്മളിപ്പോൾ ഇടണില്ല. ആവശ്യത്തിന് വേണ്ട ഉപ്പ്, തേങ്ങാപ്പാൽ ഒഴിച്ചു. ഒന്നാം പാലാണ് കേട്ടോ, വെള്ളം ചേർക്കരുതേ, പ്രത്യേകം ശ്രദ്ധിക്കണം. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ വെള്ളം ചേർക്കരുത്. അതിനുശേഷം തക്കാളി ഇട്ടു. തക്കാളി ഒന്ന് വഴണ്ടി വരുന്ന വരെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില ഇടാം നമുക്ക്. പിന്നെ ഒഴിക്കേണ്ടത് കാഷ്യൂ അരച്ചതാണ്. ഇത് ഓപ്ഷണൽ മാത്രമാണ്, ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ നമുക്കിത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക. 5 മിനിറ്റ് വേണ്ട, 2-3 മിനിറ്റ് അടച്ച് വെക്കുക. ആ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് പോലെ. ആ സമയം കൊണ്ട് നമുക്ക് വാഴയില വാട്ടിയെടുക്കാം കേട്ടോ. നല്ലോണം വാടാൻ പാടില്ലേ, ഒരു മീഡിയം വാടാനേ പാടുള്ളൂ, അല്ലെങ്കിൽ പൊട്ടിപ്പോവുള്ളൂ കേട്ടോ. ഈ ഒരു പരുവമൊക്കെ ആയാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ഈ മിക്സ് വന്ന് തുറന്ന് നോക്കുമ്പോഴേക്കും കണ്ടോ, എണ്ണയൊക്കെ അതിൽ തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് മീൻ പൊരിച്ചതല്ല, മീൻ പൊള്ളിക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിനുള്ളത് നമുക്കിവിടെ റെഡിയാക്കാം. നമ്മൾ വാട്ടി വെച്ച വാഴയിലേക്ക് റെഡിയാക്കി വെച്ച മസാലയെല്ലാം പുരട്ടി കൊടുക്കാം. അതിനുശേഷം മീനിലേക്കും നമുക്ക് ആ മസാലയെല്ലാം തേച്ച് പിടിപ്പിക്കാം. നല്ല രീതിയിൽ തന്നെ മസാലകൾ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എല്ലാ ഗ്യാപ്പിലും എത്തണം, എന്നാലേ ആ ടേസ്റ്റ് നമുക്ക് പുറത്തേക്ക് വരത്തുള്ളൂ കേട്ടോ. നല്ല രീതിയിൽ മസാല തേച്ചതിന് ശേഷം നമുക്ക് വാഴയില മടക്കി കൊടുക്കാം. മടക്കി കെട്ടി വെക്കണം, വളരെ സൂക്ഷിച്ച് വേണം, അല്ലെങ്കിൽ വാഴയില പൊട്ടിപ്പോവുകയും മസാല പുറത്തേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക. നമുക്ക് കെട്ടി വെക്കാൻ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആ വാഴയിലയുടെ തന്നെ നാരാണ് കേട്ടോ. അപ്പോൾ അടുപ്പത്ത് ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ യൂസ് ആക്കരുത്, യൂസ് ചെയ്താൽ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്.
എന്നിട്ട് അതിലേക്ക് നമുക്ക് ആ മീൻ വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റിന് ശേഷം അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം അത് മൂടി വെച്ച് അതിലേക്ക് മൂടിയുടെ മേലിലേക്ക് നമുക്ക് തീ കോരി ഇട്ട് കൊടുക്കാം കേട്ടോ. 2 സൈഡും ഒരേപോലെ വേവാകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അത് തിരിച്ചും മറിച്ചും മറിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇല പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 10-20 മിനിറ്റ് കൊണ്ട് നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ജ്യൂസി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്കുണ്ടായിരുന്നത് ചോറ്, നത്തോലി മീൻകറി, പുളിങ്കറി, നാരങ്ങ അച്ചാർ, മാങ്ങ ഉപ്പിലിട്ടത്, പിന്നെ ഉണ്ടായിരുന്നത് ചെമ്മീൻ ഫ്രൈയും ആയിരുന്നു കേട്ടോ. മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. ബൈ.